അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു, വളരെ അഗ്രസീവായിട്ട് മാർക്കറ്റ് ചെയ്തൊരു പടമാണ് ചത്ത പച്ച. അപ്പോൾ ആ പടം ഇന്ന് റിലീസായിരുന്നു. പടം കണ്ടു. നമ്മൾ മോർണിംഗ് ഷോ ആണ് പടം കണ്ടത്. മമ്മൂട്ടി മോഹൻലാലിനൊക്കെ വെച്ച് ഭയങ്കര മാർക്കറ്റിംഗ് ഒക്കെ ആയിരുന്നു. ഇപ്പം ലാലേട്ടൻ ഉണ്ടോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു നമുക്ക്. അത് ലാലേട്ടൻ ഇല്ല, പക്ഷെ ചോട്ടാ മുംബൈ പടത്തിൽ റിലീസ് സംബന്ധമായിട്ട് എന്താ ലാലേട്ടാന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ മമ്മൂക്ക ഉണ്ട്. മമ്മൂക്ക ഒരു ഗസ്റ്റ് റോള് വരുന്നുണ്ട്. അവസാനത്തെ ഒരു 5 മിനിറ്റോളം മമ്മൂക്കയുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ വരാം. അതിനെക്കുറിച്ച് വലിയ കാര്യം പറയാനുണ്ട്. മമ്മൂക്കി ലാലേട്ടന് ഈ ഗസ്റ്റ് റോള് ചെയ്യണം നിർത്തണമെന്ന് പേഴ്സണൽ അഭിപ്രായമുള്ള, പ്രത്യേകിച്ച് ക്യാമിയോ റോള് ചെയ്യണമെന്ന് നിർത്തണം. കാരണം എന്താ വെച്ചാൽ അവരെ പൊക്കി പറയാൻ വേണ്ടിയിട്ട് കുറച്ച് സീനുകൾ കൊണ്ടുവരും. ബബ്ബയിൽ കണ്ട് ലാലേട്ട ഇതിലും മമ്മൂക്ക ചെയ്തു വെച്ചുള്ളതൊക്കെ തന്നെയാണ്. ഇവർ ഭയങ്കര കഴിവുള്ള നടന്മാരാണ്. ഇവർ വെച്ച് മാർക്കറ്റ് ചെയ്യണതിലുപരി ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി ആ വക സംഭവങ്ങളൊന്നും ഇനി ഏൽക്കില്ല. അപ്പൊ ലാലേട്ടനായാലും മമ്മൂക്കയായാലും തമിഴിലൊക്കെ ഏൽക്കും, മലയാളത്തിൽ ഏൽക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇവര് ക്യാമിയോ ചെയ്യരുത്. ചെയ്തോട്ടെ, ഞാൻ ചെയ്യാൻ ഡിഫറെന്റ് ആയിട്ട്. അവര് വലിയ സംഭവമാണ്, അവരങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യിപ്പിക്കണം, അവരങ്ങനെയായിരുന്നു, അത് പറയിപ്പിക്കുക. ചേട്ടന്മാരെ ഗ്ലാമർ ആടുന്ന പണ്ട് അല്ല. അത് ലാലേട്ടനായാലും മമ്മൂക്കല്ല. ഞാൻ കട്ട ലാലേട്ട ഫാനാണ്. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. പടം വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരുന്ന പടം. എനിക്ക് പണ്ട് ഞാൻ ഇറങ്ങിയ സമയത്ത് ഇറങ്ങിപ്പോരുന്ന സമയത്ത് കുഴപ്പമില്ല. ഒരു 1 ടൈം തിയേറ്റർ വാച്ച് ചെയ്യാം എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്ത്. പടം തുടങ്ങി ആദ്യത്തെ 3/4 മണിക്കൂറോളം പടം എന്താ പറയുക, ഒരു ക്ലീഷേ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കേട്ടുമടുത്ത ഒരു സംഭവം, കുറച്ച് സംഭവങ്ങൾ കണക്ട് ആവണം. നാട് വിട്ടു തിരിച്ചു വരുന്നു, അങ്ങനെ ഒരാളുണ്ടായിരുന്നു, കുടുംബം, അവിടെ ഒരു എന്താ പറയുക പഴയ കാലഘട്ടമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് സീനുകൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ച് പ്ലെയിനായിട്ട് പോകുന്ന പടം. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എക്സ്പെക്ടേഷൻ എടുത്ത് എത്തുന്നില്ല. പക്ഷെ പടത്തിന്റെ ഇന്റർവെല്ലിനോട് എടുക്കുന്ന ഒരു റെസ്ലിംഗ് സംബന്ധമായിട്ട് ടീമും കാര്യങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ഇന്റർവെൽ ട്വിസ്റ്റും ഉണ്ട്. അവിടെ റോഷന്റെ ഒരു എൻട്രി ഉണ്ട്. അത് അവിടെ വന്നിട്ട് പടം ഓണാവണം. ശരിക്കും പടം ഓണാവുന്നു. ഇന്റർനാഷണൽ പടം ഇങ്ങനെ ആ ലെവലിൽ പോകേണ്ടതിൽ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും നല്ല എഫേർട്ട് ഇട്ടുണ്ട്. കാരണം ഇതിൽ ആക്രോ സംബന്ധമായിട്ടുള്ള റെസ്ലിംഗ് സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, ഫൈറ്റ് സീനുകളും കാര്യങ്ങളും. അതൊക്കെ ഭയങ്കരമായിട്ട് നല്ല എഫേർട്ട് ഉണ്ട്. അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇത് ഭയങ്കര റിസ്ക് എടുത്ത് ചെയ്ത പടം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. എല്ലാവരും പെർഫോമൻസും നല്ല കിടുവായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് അർജുൻ അശോകൻ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല വിശാഖായാലും റോഷനിക്ക് പടത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ഇഷാൻ മോശമില്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്. കുട്ടിയുടെ ക്യാരക്ടർ നമ്മൾ എടുത്തു പറയാണ്ട് ആള് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കൊച്ചി ഭാഷ ഇങ്ങനെ നിർബന്ധമായിട്ട് പറയിപ്പിക്കില്ലേ, പ്രഷർ ചെയ്ത് പറയിപ്പിക്കുന്ന പോലെ തോന്നി. പക്ഷെ എന്നാലും നമുക്കത് ഒരു മോശം എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയില്ല. നമുക്ക് തിയേറ്ററിൽ അത് വാച്ചബിളായിട്ടും മോശമായിട്ട് തോന്നിയില്ല. പക്ഷെ ഒരു പ്രഷർ ചെയ്ത് പറയിപ്പിക്കുന്ന പോലെ തോന്നിയ കുട്ടിയായി ചെയ്തിട്ടുണ്ട്. അവർ സിദ്ദിഖിന്റെ കുറച്ച് നേരത്തെ റോള് വരുന്നുണ്ട്, സായികുമാർ വരുന്നുണ്ട്, വിശാഖിന്റെ എൻ്റെ ഒരു മാനറിസം ഉണ്ട്, അത് ഭയങ്കര രസമായ പടത്തില്. ആള് വില്ലനാണ്, ഭയങ്കര രസമാണ്. അതൊരു ഇതുണ്ട് ഇതിൽ. പിന്നെ കണക്ട് ചെയ്യുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട് ഇതിൽ. അതിലേക്ക് പോയി ഒരു ക്ലീഷ സബ്ജക്റ്റ് കിടക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഇന്റർവ്യൂവിന് ശേഷം പടം ഭയങ്കര രസമായിട്ട് പോകുന്നുണ്ട്. അതന്നെ ആ മൂഡ് പിടിച്ചിങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ചില സീനുകളിലൊക്കെ നല്ല പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചത് ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം ഭയങ്കര ഹൈപ്പിലാണല്ലോ ഈ പടം വരുന്നത്. അപ്പൊ അതിൻ്റെതായ കുറെ ലിമിറ്റേഷൻസ് എനിക്ക് ഈ പടത്തിൽ ഫീൽ ചെയ്തു. പിന്നെ എനിക്കൊരു കാര്യം പറയാം, മമ്മൂക്കയുടെ വിഗ് മറ്റേ മോഹൻലാല് ബബ്ബയിൽ വെച്ച വിഗ് മമ്മൂക്കയ്ക്ക് ചക്കി കൊടുത്തു എനിക്ക് സംശയമുണ്ട്. ഒരു വിഗും വെച്ചിട്ടുള്ള റോള്, പിന്നെ മമ്മൂക്കയുടെ കുറെ സീനുകളൊക്കെ ഉണ്ട്, പറയണ സീനുകളൊക്കെ നമ്മള് അത് അടുത്തുള്ളത്. അതിപ്പോ ലാലേട്ടൻ ബബ്ബയിൽ പറയുന്നതായിട്ട് പിന്നെ ഈ മോഹൻലാൽ ഫാൻ അല്ലേ എന്ന് പറഞ്ഞോട് പറയുന്നതല്ല. പിന്നെ ഒരു ഗംഭീര വില്ലൻ അനൗൺസ് ചെയ്യേണ്ട പേര് ഉണ്ണിക്കുട്ടൻ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ അതിൽ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു കൊച്ചിക്കാരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കൊച്ചിയിൽ ആൾക്കാർ ഗുണ്ടകളാണ്, പിന്നെ മാറുന്നതൊക്കെ ഒരുപാട് പടത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് എനിക്ക് പടം ഒരു കുഴപ്പമില്ല. ഞാൻ ടെക്നിക്കലി ഭയങ്കര സൗണ്ടാണ് പടം, BGM സൗണ്ടാണ്, ഫൈറ്റൊക്കെ രസമായിട്ടുണ്ട്. ഞാൻ ഓടി പറഞ്ഞു അതൊക്കെ നമുക്ക് എടുത്ത് പറയേണ്ട കുറെ കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്തു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ ഒരു ഗംഭീര ഹൈപ്പിൽ പോയിട്ട് ഇത് ഗംഭീര സാധനം രക്ഷയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല. പക്ഷെ അതൊരു മോശം ഫിലിം അല്ല, എക്സ്പെക്ടേഷൻ ആണ്. നമ്മൾ ഭയങ്കര രീതിയിലാണ് ഈ പടം മാർക്കറ്റ് ചെയ്തത്. നമ്മുടെ മൈൻഡ് സെറ്റ് അതിലേക്ക് മാറി. അപ്പൊ അതിന്റെ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ നമുക്ക് 1 ടൈം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എല്ലാവരും നന്നായി പെർഫോം ചെയ്ത നല്ല യൂത്ത് ടീമുള്ള നല്ല ടെക്നീഷ്യൻസ്, BGM അങ്ങനെയുള്ള ഒരു നല്ലൊരു പാക്കേജ് പോലത്തെ ഒരു എന്റർടൈൻമെന്റ് യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു പാക്കേജ്, കൊച്ചി ബേസ്ഡ് ഉള്ള വീണ്ടും ഒരു മൂവി. ഇതിൽ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല. ഫൈറ്റ് സീനുകളൊക്കെ ആയാലും അതിൽ വയലൻസ് അങ്ങനെ സംഭവങ്ങളൊന്നും കാണിക്കാറ്. കൊച്ചി പടങ്ങളൊക്കെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അതൊന്നുമില്ല. വില്ലനായാലും വലിയ വില്ലനാന്ന് പറയുന്നത് നമുക്ക് തോന്നില്ല. 2-3 അതിൽ കാണിക്കുന്നുണ്ട്, അത് നമുക്ക് തോന്നില്ല. പിന്നെ വിശാഖ നായർ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട പടത്തിൽ ഇഷ്ടപ്പെട്ടത് റോഷനാണ്.
പിന്നെ അതുപോലെ വിശാഖ് നായർ, അർജുന അശോകൻ. ചില സീൻ എനിക്ക് ഗംഭീരമായിട്ട് തോന്നി, ചില സീനുകൾ എനിക്ക് ഒരു അത് നമ്മൾ കണ്ടുമടുത്ത സാധനങ്ങളില്ല, ആ ഫീലാണ് തോന്നിയത്. അതുപോലെ ഇഷാനായാലും കുറെ ചില സീനുകൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി, ചില സീനുകൾ ഭയങ്കര അത് എക്സ്പീരിയൻസിന്റെ കുറവാണ്. എന്തായാലും ഒരു ടീം വർക്കിന്റെ വിജയമാണിത്. അത് നമുക്ക് വൺ ടൈം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നു. മോശമല്ല, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത് ഈ ഒരു യൂത്ത് ഓറിയന്റഡ് മൂവിയാണ്. അപ്പോൾ ആ ബേസ്ഡ് ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു പടം നമുക്കറിയാം, റെസ്ലിംഗ്. പിന്നെ റെസ്ലിങ്ങിനെ ഓരോ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ട്, ഒക്കെ രസമായിട്ടുണ്ട്. എനിവേ ഒരു വൺ ടൈം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ, ഒരു കളർഫുൾ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ, ഇങ്ങനെ ഈ വൈബിലോടി ഇരുന്ന് കാണാൻ പറ്റിയ മൂവി. വാച്ച് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, കമന്റ്സിൽ വരിക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.